ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നൈസ് പത്തിരിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും പത്തിരി കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലേ. എന്നാൽ പത്തിരി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മിക്കവർക്കും പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും. സാധാരണ പത്തിരി ഉണ്ടാക്കാൻ പൊടി വാട്ടണം, അതിന് വെള്ളം പാകമായി കിട്ടണം, കുഴച്ചെടുക്കണം, അതുമല്ല അത് പരത്തിയെടുക്കുകയും വേണം അല്ലേ. എന്നാൽ നമ്മുടെ പത്തിരിക്ക് അതൊന്നും വേണ്ടട്ടോ. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ പത്തിരി ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചോറ് കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ഈ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ 2 കപ്പ് നല്ല ചൂടുള്ള ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജയ റൈസിൻ്റെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പത്തിരി ഉണ്ടാക്കുവാൻ ഏത് റൈസിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ചോറളന്നെടുത്ത് അതേ സെയിം കപ്പിൽ 1 കപ്പ് പത്തിരിപ്പൊടി ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ചൂടുള്ള ചോറിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടി നന്നായിട്ട് കോട്ടാവണം. നന്നായിട്ട് കോട്ടായി വന്നാൽ ആ പൊടി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പത്തിരി എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ചൂടില്ലാത്ത ചോറ് വെച്ച് ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് ആ പത്തിരി നല്ല സോഫ്റ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ബലം വെച്ച് തുടങ്ങി. അപ്പോൾ നിങ്ങൾ ചോറെടുക്കുമ്പോൾ നല്ല ചൂടുള്ള ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് ചോറിന് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേവ് കുറഞ്ഞ ചോറാണെങ്കിൽ നമ്മളെടുത്ത പൊടിയുടെ അളവിൽ മാറ്റം വരും കേട്ടോ. കാരണം വേവ് കുറഞ്ഞ ചോറിന് നല്ല ഒട്ടൽ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒട്ടൽ മാറുന്നത് വരെ നമ്മൾ പൊടിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഒന്നിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാതെ കുറേശ്ശെയായി അരച്ചെടുക്കുകയാണെങ്കിൽ ചോറ് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ചോറ് നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിലേ പത്തിരി പരത്തിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചോറിലേക്ക് ചേർത്ത് കൊടുത്ത പൊടി നല്ല കറക്റ്റ് അളവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ള പാകത്തിന് ഈ ചോറ് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. വേവ് കൂടുതലുള്ള ചോറായതുകൊണ്ടാണ് കേട്ടോ ഇത്ര കറക്റ്റ് അളവിൽ അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേവ് കുറവുള്ള ചോറാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. കൂടുതൽ പൊടി ചേർത്ത് കൊടുത്താലും കുറച്ച് കഴിഞ്ഞാൽ പത്തിരി ബലം വെച്ച് തുടങ്ങും. അതുകൊണ്ട് പൊടിയുടെ അളവ് കൂടരുത് കേട്ടോ. പിന്നെ വേവ് കൂടുതലുള്ള ചോറെടുക്കുന്നതാണ് പത്തിരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അങ്ങനെയാവുമ്പോൾ കറക്റ്റ് അളവിൽ അരഞ്ഞു കിട്ടും. ഇപ്പം ഞാനിവിടെ നമ്മളെടുത്ത മുഴുവൻ ചോറും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ആക്കിയിട്ട് അധികം ബലം കൊടുക്കാതെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിനുള്ള ഓരോ ബോൾസാക്കി എടുക്കാം. ബോൾസാക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഓരോ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും പത്തിരിയുടെ അളവിനനുസരിച്ച് ഈ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അളവിൽ ഇതെല്ലാം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഷീറ്റിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷീറ്റിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് മാറ്റി നോക്കാം. ഇപ്പം നമ്മുടെ പത്തിരി നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ കേട്ടോ പത്തിരി പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പത്തിരി കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഈ ഷീറ്റ് ഒന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെയാണ് കേട്ടോ ഷീറ്റിൽ നിന്നും പത്തിരി എടുക്കേണ്ടത്. ഇതുപോലെ അല്ല പത്തിരി എടുക്കുന്നതെങ്കിൽ പത്തിരി പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇനി നമ്മൾ സാധാരണ പ്രസ്സിൽ വെച്ച് പത്തിരി പരത്തിയെടുത്തിട്ട് പൊടിയിലിട്ട് തട്ടിയെടുക്കൂലേ, അതുപോലെ ഇത് നമുക്ക് പൊടിയിലിട്ടൊന്ന് തട്ടിയെടുക്കാം.
കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പത്തിരി പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്കിത് പത്തിരിക്കോല് വെച്ച് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ പരത്തിയെടുത്തത് പത്തിരി പരത്താൻ അറിയാത്തവർക്കും അതുപോലെ പത്തിരി പ്രസ് ഇല്ലാത്തവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി പത്തിരി പരത്താൻ അറിയാഞ്ഞിട്ട് പത്തിരി ഉണ്ടാക്കാതിരിക്കണ്ട, ഇതുപോലെ പരത്തിയെടുത്താലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഈ പത്തിരി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു പത്തിരി തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടായിട്ട് വരുമ്പോൾ പത്തിരി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 5 പത്തിരി ഒരുമിച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പത്തിരിയുടെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. പത്തിരി പൊള്ളി വരുമ്പോൾ ചട്ടുകം കൊണ്ട് ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ പത്തിരിയുടെ എല്ലാ ഭാഗവും പൊള്ളി ഇതുപോലെ ഒറ്റ പൊള്ളയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത്തിരി പാനിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പത്തിരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. പാനിൻ്റെ നടുക്കാണ് ചൂട് കൂടുതലുണ്ടാവുക. അപ്പോൾ ചൂട് കൂടുതലുള്ള ഭാഗത്തുള്ള പത്തിരി വേഗം പൊള്ളിക്കിട്ടും. അപ്പോൾ ഞാൻ നടുവിലുള്ള പത്തിരി എടുത്ത് മാറ്റുമ്പോൾ സൈഡിലുള്ള ഓരോന്നോരോന്നായിട്ട് നടുവിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ എല്ലാ പത്തിരിയും ഒരുപോലെ ഒറ്റ പൊള്ളയായി കിട്ടും. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ പത്തിരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ പത്തിരി ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളല്ലേ. ഇനിയിപ്പോൾ വീട്ടിൽ ചോറൊക്കെ ബാക്കി വന്നാൽ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ പത്തിരി കഴിക്കുമ്പോൾ ചോറ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നേ അറിയില്ല. നമ്മൾ സാധാരണ പൊടി വാട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പത്തിരിയെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഇതിന്. ചോറ് കൊണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ ദിവസം മുഴുവനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ചോറ് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.